ഹായ് ഫ്രണ്ട്സ്, നമുക്കിതൊരു ഫിഷ് മോള് ചെയ്താലോ. അതിനുവേണ്ടി മീൻ കഷ്ണങ്ങൾ പരന്ന കഷ്ണങ്ങളൊക്കെ മുറിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീര് പുരട്ടി 10-20 മിനിറ്റ് വച്ച ശേഷം അപ്പുറം ഇപ്പുറം വറുത്ത് എടുക്കുക. പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വറുത്ത് കോരുന്നത്. ജസ്റ്റ് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴേക്കും നമുക്ക് വറുത്ത് കോരി മാറ്റാവുന്നതാണ്. കഴിവതും ഇതുപോലെ സെൻട്രൽ ബോണുള്ള ഫിഷാണ് എപ്പോഴും ഫിഷ് മോളിക്ക് എടുക്കാറുള്ളത്. പിന്നെ കരിമീനും നെന്മീനും ഒക്കെ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് വറുത്ത് കോരുന്ന സമയത്ത് നമുക്ക് എണ്ണ ചൂടാക്കി ഇതിലേക്ക് നമ്മൾ കുരുമുളക് പൊട്ടിക്കുന്നുണ്ട്. കുരുമുളക് മുഴുവനുള്ള കുരുമുളക് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് കശുവണ്ടിയോ കിസ്മിസോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റാണ്. ഒരു ഏലക്കയും ഒരു ഗ്രാമ്പും ഒരു പട്ടയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അതും ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ നമ്മൾ സവാളയും കൂടി ചേർത്ത് വഴറ്റുന്നു. അപ്പോൾ സവാളയോടൊപ്പം തന്നെ നമുക്ക് അതിൻ്റെ കൂടെ പച്ചമുളക്, എരിവിനുള്ള പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ലാസ്റ്റ് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. എന്നാലും പച്ചമുളക് രുചിക്ക് വേണം. പച്ചമുളക് ചേർത്ത് വഴറ്റുക. പച്ചമുളകും ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് വഴറ്റാവുന്നതാണ്. ഇതൊക്കെ ഒത്തിരി വേവുള്ളതോ അല്ലെങ്കിൽ ഒത്തിരി സമയം എടുത്ത് ചെയ്യുന്ന പരിപാടിയൊന്നും അല്ല. ആ മീൻ വറുത്ത് കിട്ടുന്ന സമയം മാത്രമേ ഉള്ളൂ. ഇവിടെ എണ്ണ ചൂടാക്കി കുരുമുളക് ഇട്ട് പൊട്ടിച്ച് മറ്റ് അനുസരികളൊക്കെ ഇട്ട് സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ ഇട്ട് ഒന്ന് വാടി വരട്ടെ. അതിലേക്ക് കുറച്ച് നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ലേശം മല്ലിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒത്തിരി ഒന്നുമില്ല കേട്ടോ, കുറച്ചേ ഉള്ളൂ. ലേശം മല്ലിപ്പൊടിയും. ഇനി നമുക്ക് 1 പാൽ 2 പാൽ 3 പാലൊക്കെ അല്ലേ, ഇത് കുറച്ച് കോൺഫ്ലവറാണ്. ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ നമ്മൾ കലക്കി വയ്ക്കുന്നുണ്ട്. അത് മുഴുവൻ എടുക്കുന്നില്ല, നമുക്ക് കലക്കി വെച്ചിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോഴല്ല, പിന്നത്തേക്കാണ് കേട്ടോ. ഇതിപ്പോൾ 3 പാലാണ്. 3 പാൽ ചേർക്കുക. 3 പാൽ 2 പാൽ ഒരുമിച്ച് ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 2 പാലിൽ ഒരല്പം കോൺഫ്ലവർ കലക്കി ചേർത്താലും നന്നായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് കോൺഫ്ലവർ കലക്കി ചേർത്തിട്ട് 2 പാൽ ചേർത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് തിളയ്ക്കാനായിട്ടൊന്ന് അനുവദിക്കുക. എന്നാൽ വെട്ടി തിളയ്ക്കുകയും ചെയ്യരുത് കേട്ടോ. ഇതിലേക്ക് ഒരല്പം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തു. അതോടൊപ്പം തന്നെ ഒരല്പം കുരുമുളക് പൊടിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മഞ്ഞൾ പൊടിയും ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി തിളച്ച് വരുമ്പോഴേക്കും നമുക്കൊരല്പം കോൺഫ്ലവർ കുറേശ്ശെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ച് നോക്കുക, പോരാ, കുറച്ചുകൂടി ഒഴിച്ച് ആ തിക്നെസ് വെച്ച് ലൈറ്റ് തിക്നെസ് മതി, ഒത്തിരി തിക്നെസ് ആവേണ്ടൊന്നും വേണ്ട. അത് തിളയ്ക്കുന്നതിന് മുന്നേട്ട് തന്നെ നമുക്ക് നമ്മുടെ വറുത്ത് കോരിയ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും തിളയ്ക്കുമ്പോഴേക്കും ആ കോൺഫ്ലവറിൻ്റെ കുറുക്കൾ കിടത്തില്ല, കുറുകി വരത്തുള്ളൂ. ജസ്റ്റ് ഒന്ന് കുറുകി വരും. ആ കുറുകി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് തീ ഓഫ് ചെയ്ത ശേഷമാണ് നമ്മൾ 1 പാൽ ചേർക്കുന്നത്. 1 പാൽ ചേർത്തു. സിമ്മിലാണിപ്പോഴേ. അപ്പോൾ അതൊന്ന് എല്ലാം ഒന്ന് മീനുമൊക്കെ ആയിട്ടൊന്ന് യോജിച്ച് വരുമ്പോഴേക്കും നമുക്ക് ആവശ്യമുള്ള കറിവേപ്പിലയും കുറച്ചിട്ട് കൊടുത്ത്, പിന്നെ എന്താ വേണ്ടേ, കുറച്ച് തക്കാളി നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണം. വട്ടത്തിൽ കനം കുറഞ്ഞരിഞ്ഞ തക്കാളി, കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് കറിവേപ്പില വാരി വിതറാം. പിന്നെ അതിൻ്റെ കൂടെ തക്കാളിയും കൂടി ഭംഗിയിൽ നിരത്തി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ഒരു ഫിഷ് മോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. ബൈ.